പോൾ ബ്രണ്ടനും സഹായിയായി വന്ന സുബ്രഹ്മണ്യനും രമണ മഹർഷിയുടെ ആശ്രമത്തിലെത്തിയതും ആദ്യമായി രമണ മഹർഷിയോടൊപ്പം ധ്യാനത്തിലിരുന്നതും ബ്രണ്ടനുണ്ടായ പ്രത്യേകമായ അനുഭവവും കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചുവല്ലോ. ഈ വീഡിയോ അതിന്റെ തുടർച്ചയാണ്. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. മധ്യാഹ്നഭക്ഷണം കഴിഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് ശേഷം സൂര്യന്റെ ചൂട് അതിവേഗമുയർന്നു. ഞാൻ ഇതുവരെ അനുഭവിക്കാത്തത്ര കടുത്ത ചൂട്. കാരണം നാം ഇപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് വളരെ അടുത്ത പ്രദേശത്താണ്. ഈ ചൂട് കാരണം ആളുകളെല്ലാവരും പ്രവർത്തനം നിർത്തി സമീപത്തുള്ള മരത്തണലുകളിൽ വിശ്രമിക്കാൻ പോയിരുന്നു. അതുകൊണ്ട് എനിക്കൊരവസരം ലഭിച്ചു. ആരും ശ്രദ്ധിക്കാതെ ശാന്തമായി മഹർഷിയെ സമീപിക്കാനായി. ഞാൻ വലിയ ഹാളിലേക്ക് കയറി. മഹർഷിയുടെ അടുത്തായിരുന്നു. അദ്ദേഹം ഒരു ദിവാനിൽ വെളുത്ത തലയണകളിൽ അല്പം ചായിച്ച് കിടക്കുകയായിരുന്നു. ഒരു ശിഷ്യൻ കയറു വലിച്ച് പുങ്ക ഫാൻ വീശിക്കൊണ്ടിരുന്നു. കയറിന്റെ മൃദുവായ ശബ്ദവും ഫാനിന്റെ വീശലും ആ ചൂടുള്ള വായുവിൽ വളരെ സുഖകരമായി തോന്നി. മഹർഷിയുടെ കയ്യിൽ ഒരു കയ്യെഴുത്തു പുസ്തകമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വളരെ പതുക്കെ എന്തോ എഴുതുകയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം അദ്ദേഹം പുസ്തകമടച്ച് ഒരു ശിഷ്യനെ വിളിച്ചു. തമിഴിൽ കുറച്ചു വാക്കുകൾ സംസാരിച്ചു. പിന്നെ ആ ശിഷ്യൻ എന്നോട് പറഞ്ഞു, നമ്മുടെ ആശ്രമത്തിലെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ കഴിഞ്ഞില്ലെന്ന് മഹർഷിക്ക് വിഷമമുണ്ട്. ഞങ്ങൾ വളരെ ലളിതമായ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. യൂറോപ്യന്മാർ എന്താണ് കഴിക്കുന്നതെന്നറിയില്ല. ഞാൻ നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലളിതമായ ഭക്ഷണം എനിക്ക് കഴിക്കാം. ബാക്കി വേണ്ടത് ഞാൻ പട്ടണത്തിൽ നിന്ന് വാങ്ങാം. ഭക്ഷണത്തേക്കാൾ പ്രധാനപ്പെട്ടത് ഇവിടെ വന്നതിന്റെ ലക്ഷ്യമാണ്. മഹർഷി ശാന്തമായി കേട്ടുകൊണ്ടിരുന്നു. മുഖത്ത് ഒരു മാറ്റവുമില്ല. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അത് നല്ല ലക്ഷ്യമാണ്. അത് കേട്ട് ഞാൻ കൂടുതൽ വിശദമായി സംസാരിക്കാൻ തുടങ്ങി. സ്വാമി, ഞാൻ പാശ്ചാത്യ രാജ്യങ്ങളിലെ തത്വചിന്തയും ശാസ്ത്രവും പഠിച്ചിട്ടുണ്ട്. വലിയ നഗരങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട്. അവിടെയിരുന്ന് ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. പാശ്ചാത്യലോകത്തിലെ ജ്ഞാനികളോട് ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. കൂടുതൽ അറിയാൻ ഇപ്പോൾ ഞാൻ കിഴക്കോട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് കൂടുതൽ വെളിച്ചം വേണം, സത്യമറിയണം. മഹർഷി തലകുലുക്കി. എനിക്ക് മനസ്സിലായി എന്ന പോലെ. ഞാൻ തുടർന്നു പറഞ്ഞു, വിവിധ ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ അവയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. വ്യക്തിപരമായ അനുഭവമില്ലാതെ ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ക്ഷമിക്കണം, ഞാനൊരു മതവിശ്വാസിയായ മനുഷ്യനല്ല. ഈ ഭൗതിക ലോകത്തിനു പുറത്ത് മറ്റൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ ഞാൻ എങ്ങനെ നേരിട്ട് അനുഭവിക്കാം? എന്റെ ചോദ്യങ്ങൾ കേട്ട് അടുത്തിരുന്ന ചില ശിഷ്യന്മാർ അതിശയത്തോടെ നോക്കി. അവരുടെ ഗുരുവിനോട് ഇങ്ങനെ നേരിട്ട് സംസാരിക്കുന്നത് അവർക്ക് അപരിചിതമായിരിക്കാം. പക്ഷെ മഹർഷി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ആലോചനയിൽ മുഴുകിയതുപോലെ തോന്നി. കുറച്ചുനേരം കഴിഞ്ഞ് ഞാൻ വീണ്ടും ചോദിച്ചു, പാശ്ചാത്യ ശാസ്ത്രജ്ഞർ ജീവിതത്തിന്റെ രഹസ്യം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ ചിലർ ആത്മീയ സത്യത്തെ അറിയാമെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? എനിക്ക് ആത്മീയ ബോധോദയം ലഭിക്കാൻ നിങ്ങൾ സഹായിക്കുമോ? അല്ലെങ്കിൽ ഈ അന്വേഷണം വെറുതെയാണോ? ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ മറുപടി കാത്തിരുന്നു. 10 മിനിറ്റ് നിശബ്ദത. അവസാനം മഹർഷി പതുക്കെ സംസാരിച്ചു. നീ ഞാൻ അറിയണം എന്ന് പറയുന്നു. ആ ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ആ ചോദ്യം കേട്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ നേരിട്ട് സംസാരിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലാവുന്നില്ല, ഞാൻ പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ചിന്തിച്ചു നോക്കൂ, ഞാൻ ആരാണ്? ഞാൻ അല്പസമയം ആലോചിച്ചു. പിന്നെ എന്റെ പേര് പറഞ്ഞു. ഞാൻ പോൾ ബ്രണ്ടൻ. അദ്ദേഹം ചോദിച്ചു, ആ വ്യക്തിയെ നീ ശരിക്കും അറിയുന്നുവോ? ഞാൻ ചിരിച്ചു. എന്റെ ജീവിതം മുഴുവൻ. അദ്ദേഹം ഉടൻ പറഞ്ഞു, അത് നിന്റെ ശരീരമാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, നീ ആരാണ്? എനിക്ക് മറുപടി കണ്ടെത്താനായില്ല. അപ്പോൾ മഹർഷി പറഞ്ഞു, ആദ്യം ഞാൻ എന്നതിന്റെ സത്യത്തെ കണ്ടെത്തുക, പിന്നെ സത്യത്തെ അറിയാം. എനിക്ക് കൂടുതൽ ആശയക്കുഴപ്പം തോന്നി. അപ്പോൾ അദ്ദേഹം വിവർത്തകന്റെ സഹായത്തോടെ പറഞ്ഞു, ഒരേ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. സ്വന്തം ഉള്ളിലേക്ക് നോക്കുക. ശരിയായ രീതിയിൽ അത് ചെയ്താൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെത്തും. ഞാൻ ചോദിച്ചു, അതെങ്ങനെ ചെയ്യാം? അദ്ദേഹം പറഞ്ഞു, ആഴത്തിലുള്ള ആത്മപരിശോധനയും സ്ഥിരമായ ധ്യാനവും വഴി. ഞാൻ പറഞ്ഞു, ഞാൻ ധ്യാനം ചെയ്തിട്ടുണ്ട്, എന്നാൽ പുരോഗതിയൊന്നും കാണുന്നില്ല. മഹർഷി ചിരിച്ചു. ആത്മീയ പുരോഗതി എളുപ്പത്തിൽ കാണാനാവില്ല.
ഞാൻ ചോദിച്ചു, ഗുരുവിന്റെ സഹായം ആവശ്യമാണോ? അദ്ദേഹം പറഞ്ഞു, അത് സഹായകരമായിരിക്കും. ഗുരു എന്തു ചെയ്യും? ഒരു മനുഷ്യന് ആത്മാന്വേഷണത്തിന് വേണ്ടതെല്ലാം നൽകും. എത്ര സമയമെടുക്കും? മഹർഷി ഒരു ഉദാഹരണം പറഞ്ഞു. തീപ്പൊരി ഒരു നിമിഷത്തിൽ കത്തും, എന്നാൽ കൽക്കരി കത്താൻ സമയം വേണം. അതിനുശേഷം ഞാൻ ചോദിച്ചു, ഇന്നത്തെ ലോകം വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഭാവിയെക്കുറിച്ച് മഹർഷിയുടെ അഭിപ്രായം എന്താണ്? മഹർഷി ഉടൻ ചോദിച്ചു, നീ ഭാവിയെക്കുറിച്ച് എന്തിനു ചിന്തിക്കുന്നു? ഇപ്പോഴത്തെ നിമിഷം പോലും നീ ശരിയായി അറിയുന്നില്ല. ഇപ്പോഴത്തെ നിമിഷം ശരിയായി ജീവിക്കുക, ഭാവി സ്വയം ശരിയാകും. ഞാൻ വീണ്ടും ചോദിച്ചു, ലോകം സമാധാനത്തിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ യുദ്ധത്തിലേക്കോ? മഹർഷി പറഞ്ഞു, ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. ലോകത്തിന്റെ ഭാരം അവനാണ് വഹിക്കുന്നത്. അതിന്റെ ചുമതല നിനക്കല്ല. ഞാൻ പറഞ്ഞു, പക്ഷേ ലോകം നോക്കുമ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ മഹർഷി പറഞ്ഞു, നീ എങ്ങനെയാണോ ലോകവും അങ്ങനെയാണ്. സ്വയം മനസ്സിലാക്കാതെ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്തു പ്രയോജനം? ആദ്യം നിന്റെ ഉള്ളിലെ സത്യം കണ്ടെത്തുക. അപ്പോൾ ലോകത്തിന്റെ സത്യവും മനസ്സിലാകും. അപ്പോൾ ഒരു ശിഷ്യൻ വന്ന് ധൂപം കത്തിച്ചു. നീല നിറമുള്ള പുക മൃദുവായി ഉയർന്നു. മഹർഷി കുറച്ചുനേരം അത് നോക്കി. പിന്നെ വീണ്ടും തന്റെ കൈയെഴുത്ത് പുസ്തകമെടുത്തു. അദ്ദേഹം വീണ്ടും എഴുതാൻ തുടങ്ങി. അതോടെ സംഭാഷണം അവസാനിച്ചതായി എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ചുനേരം കൂടിയിരുന്നു. പിന്നെ എഴുന്നേറ്റ് കൈകൾ കൂട്ടി നമസ്കരിച്ചു. ശാന്തമായി അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. ആശ്രമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഒരാളെ ഞാൻ അയച്ചു. എനിക്കവിടെയുള്ള വലിയ ക്ഷേത്രം കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. കഴിയുമെങ്കിൽ കുതിരവണ്ടി കണ്ടെത്താൻ ഞാൻ പറഞ്ഞിരുന്നു. കാളവണ്ടി കാണാൻ മനോഹരമാണെങ്കിലും യാത്രയ്ക്ക് അത്ര വേഗമോ സൗകര്യമോ ഇല്ല. കുറച്ചു സമയത്തിനു ശേഷം ഞാൻ ആശ്രമത്തിന്റെ മുറ്റത്തേക്ക് വന്നപ്പോൾ ഒരു ചെറിയ കുതിരവണ്ടി കാത്തുനിന്നിരുന്നു. അതിന് ഇരിപ്പിടം പോലുമില്ലായിരുന്നു. പക്ഷേ അതൊന്നും ഇനി എനിക്ക് പ്രശ്നമല്ലായിരുന്നു. വണ്ടിക്കാരൻ അല്പം കടുപ്പമുള്ള മുഖമുള്ള ആളായിരുന്നു. തലയിൽ ചുവന്ന തലപ്പാവും അരയിൽ ഒരു വെളുത്ത തുണിയും മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. നീണ്ട ഒരു പൊടിപടർന്ന യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വലിയ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലെത്തി. ഉയർന്ന ഗോപുരം മുഴുവനും മനോഹരമായ ശില്പങ്ങളാൽ നിറഞ്ഞിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി ക്ഷേത്രം കാണാൻ തുടങ്ങി. എന്റെ കൂടെ വന്ന വഴികാട്ടി പറഞ്ഞു, ഈ അരുണാചല ക്ഷേത്രം എത്ര പഴക്കമുള്ളതാണെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഇത് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് ഉറപ്പാണ്. ക്ഷേത്രത്തിന്റെ വാതിലിന് സമീപം ചെറിയ കടകളും താൽക്കാലിക സ്റ്റാളുകളുമുണ്ടായിരുന്നു. അവയിൽ ചിലർ ശിവന്റെ ചെറിയ വെങ്കല വിഗ്രഹങ്ങൾ വിൽക്കുകയായിരുന്നു. മറ്റു ചിലർ ഭക്തിചിത്രങ്ങളും പുസ്തകങ്ങളും വിൽക്കുകയായിരുന്നു. എനിക്കൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ കൂടുതലായി കാണുന്ന ദേവതാരൂപം ശിവന്റേതാണ്. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്റെ വഴികാട്ടി പറഞ്ഞു, പുരാണ കഥകൾ പ്രകാരം ഒരിക്കൽ ശിവൻ അരുണാചലമലയുടെ മുകളിൽ തീജ്വാലയായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. അതിന്റെ ഓർമ്മയ്ക്കായി വർഷത്തിലൊരിക്കൽ മലമുകളിൽ വലിയ ദീപം തെളിയിക്കുന്നു. അതാണ് ഇന്നും നടക്കുന്ന പ്രസിദ്ധമായ കാർത്തിക ദീപം എന്ന ഉത്സവം. ഞാൻ വലിയ ഗോപുരത്തെ ശ്രദ്ധിച്ചു നോക്കി. അത് പിരമിഡ് പോലെ ഉയർന്നു നിന്നിരുന്നു. അനവധി ശില്പങ്ങളും ദേവരൂപങ്ങളും അതിൽ കൊത്തിയിട്ടിരുന്നു. അകത്ത് കയറിയപ്പോൾ വലിയ ഒരു തുറസായ ചതുരാകൃതിയിലുള്ള സ്ഥലത്തെത്തി. അതിനകത്ത് അനവധി ഇടവഴികളും മണ്ഡപങ്ങളും ശിലാശൃംഖലകളുമുണ്ടായിരുന്നു. ഇത് സാധാരണ ഒരു ക്ഷേത്രമല്ലായിരുന്നു. ഒരു വലിയ നഗരമെന്നോണം തോന്നിക്കുന്ന സമുച്ചയം. അകത്ത് വെളിച്ചം കുറവായിരുന്നു. കല്ലുകൊണ്ടുള്ള വലിയ തൂണുകൾ ഇരുട്ടിനകത്ത് ഉയർന്നു നിൽക്കുകയായിരുന്നു. കുറച്ചു ദൂരം നടന്നുപോയപ്പോൾ എന്റെ വഴികാട്ടി പറഞ്ഞു, ഇത് 1000 തൂണുകളുടെ മണ്ഡപമാണ്. ഞാൻ നോക്കിയപ്പോൾ വലിയ കല്ലുതൂണുകൾ നിരയായി നീണ്ടുനിന്നിരുന്നു. ഓരോ തൂണിലും മനോഹരമായ ശില്പങ്ങൾ കൊത്തിയിട്ടിരുന്നു. ദേവന്മാരുടെയും മൃഗങ്ങളുടെയും വിവിധ രൂപങ്ങൾ അവയിൽ കാണാമായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്തേക്കെത്തി. വഴികാട്ടി എന്നോട് മുന്നറിയിപ്പ് നൽകി, ഇവിടെ നിന്ന് അകത്തേക്ക് യൂറോപ്യന്മാർക്ക് പ്രവേശനമില്ല. പക്ഷേ ഈ ഇടവഴിയിൽ നിന്ന് നിങ്ങൾക്ക് അകത്തെ ഭാഗമൊന്നു കാണാം. അകത്തുനിന്നും മൃദംഗത്തിന്റെ ശബ്ദവും മണിയുടെ നാദവും കേൾക്കാനായി. പുരോഹിതരുടെ മന്ത്രോച്ചാരണവും അതിനൊപ്പം കലർന്നിരുന്നു. ഇരുട്ടിനകത്ത് ഒരു ദീപം തെളിഞ്ഞു നിന്നു. ചില ഭക്തർ പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അത് കണ്ട ശേഷം എന്റെ വഴികാട്ടി പറഞ്ഞു, ഇപ്പോൾ നമുക്ക് പോകാം. പുരോഹിതർ നിങ്ങളെ ഇവിടെ കാണാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് തിരിച്ചു.
പുറത്തിറങ്ങുമ്പോൾ ഒരു വയോധിക ബ്രാഹ്മണൻ നിലത്തിരുന്ന് നെറ്റിയിൽ ചുവപ്പും വെളുപ്പും ചേർന്ന തിലകം വരയ്ക്കുകയായിരുന്നു. അടുത്തായി ഒരു വയോധികൻ ശിവവിഗ്രഹങ്ങൾ വിൽക്കുകയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ പ്രതിമ വാങ്ങി. പട്ടണത്തിന്റെ മറുവശത്ത് ഒരു വെള്ള നിറമുള്ള മിനാരം ഞാൻ കണ്ടു. അതൊരു പള്ളിയായിരുന്നു. ഞാൻ അവിടേക്കും പോയി. പള്ളിയുടെ സൗന്ദര്യം എനിക്കെപ്പോഴും ഇഷ്ടമാണ്. അതിന്റെ വൃത്താകൃതിയിലുള്ള ഗൊമ്പതുകളും മനോഹരമായ വളവുകളും അതിശയകരമാണ്. അകത്ത് ചിലർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇവിടെ വിഗ്രഹങ്ങളൊന്നുമില്ല. ഒരു മനുഷ്യനും ദൈവത്തിനുമിടയിൽ മറ്റൊന്നും വരരുത് എന്നതാണ് ഇസ്ലാമിന്റെ ആശയം. തിരിച്ചുവരുമ്പോൾ ഞാൻ പട്ടണത്തിന്റെ പ്രധാന തെരുവ് കണ്ടു. അവിടെ വിദേശ കറൻസി മാറ്റിക്കൊടുക്കുന്ന കടകളും മിഠായി കടകളും വസ്ത്രക്കടകളും അരിവിൽക്കുന്ന കടകളുമുണ്ടായിരുന്നു. ഈ പട്ടണം മുഴുവൻ ക്ഷേത്രത്തിലേക്ക് വരുന്ന തീർത്ഥാടകരെ ആശ്രയിച്ചാണ് വളർന്നത് എന്ന് മനസ്സിലായി. ഞാൻ വീണ്ടും ആശ്രമത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു. വണ്ടിക്കാരൻ കുതിരയെ വേഗത്തിലോടിച്ചു. പുറകോട്ട് നോക്കിയപ്പോൾ അരുണാചല ക്ഷേത്രത്തിന്റെ 9 ഗോപുരങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ ക്ഷേത്രം നിർമ്മിക്കാൻ എത്ര തലമുറകളുടെ പരിശ്രമം വേണ്ടിവന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾ മലയുടെ അടിവാരത്തിലൂടെ പോകുമ്പോൾ പ്രകൃതി അത്ഭുതകരമായൊരു കാഴ്ചയൊരുക്കി. സൂര്യൻ പതുക്കെ അസ്തമിക്കാൻ തുടങ്ങി. ആകാശം ഓറഞ്ച് നിറത്തിലും ചുവപ്പിലും സ്വർണ്ണ നിറത്തിലും മിനുങ്ങി. ചുറ്റുമുള്ള വയലുകളും മരങ്ങളും ഒരു ശാന്തതയിൽ മുങ്ങി. പക്ഷികളുടെ ശബ്ദം നിശബ്ദമായി. കുരങ്ങുകളുടെ ശബ്ദവും അവസാനിച്ചു. ചുവന്ന തീഗോളം പോലെ സൂര്യൻ പതുക്കെ ദൂരെ കാടിന്റെ പിന്നിലേക്ക് മറഞ്ഞു. ചില നിമിഷങ്ങൾക്കുള്ളിൽ ആകാശത്തിലെ നിറങ്ങൾ മങ്ങി ഇരുട്ട് പതുക്കെ പരന്നു. ആ കാഴ്ച എന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. ജീവിതം എത്ര കഠിനമായാലും അതിന്റെ പിന്നിൽ ഒരുതരം സൗന്ദര്യവും കരുണയും ഒളിഞ്ഞിരിക്കാമെന്നൊരു ചിന്ത എന്റെ മനസ്സിലുദിച്ചു. ആ കുറച്ചു നിമിഷങ്ങൾ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. രാത്രിയേറെ വൈകി. ആശ്രമത്തിന്റെ തോട്ടത്തിൽ മിന്നാമിനുങ്ങുകൾ പറന്നു നടന്നു. അവയുടെ ചെറുപ്രകാശങ്ങൾ ഇരുട്ടിനിടയിൽ വിചിത്രമായ പ്രകാശരേഖകൾ വരയ്ക്കുന്നതുപോലെ തോന്നി. ഞങ്ങൾ പനമരങ്ങൾ ചുറ്റിയ മുറ്റത്തിലേക്ക് കുതിരവണ്ടിയിലെത്തി. ഞാൻ അകത്തെ വലിയ ഹാളിലേക്ക് നടന്നു. അകത്ത് കടന്നപ്പോൾ അവിടെ ഒരു അത്ഭുതകരമായ നിശബ്ദത നിറഞ്ഞിരുന്നു. ഹാളിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ നിരയായിരിക്കുന്നു. എന്നാൽ ആരും സംസാരിച്ചില്ല. ഒരുതരം ശാന്തമായ അന്തരീക്ഷം എല്ലായിടത്തും പരന്നിരുന്നു. ഹാളിന്റെ ഒരു വശത്ത് ചെറിയ ദിവാനിൽ രമണ മഹർഷി ഇരിക്കുകയായിരുന്നു. അദ്ദേഹം കാലുകൾ മടക്കിയിരുന്നു. കൈകൾ ശാന്തമായി മുട്ടുകളിൽ വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രൂപം വളരെ ലളിതമായിരുന്നു. എന്നാൽ അതേസമയം അതിലൊരു മഹത്വവും ഗൗരവവുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഹാളിന്റെ അറ്റത്തേക്ക് സ്ഥിരമായി നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ടപ്പോൾ എന്റെ മനസ്സിലൊരു സംശയമുയർന്നു. അദ്ദേഹം ജനാലയിലൂടെ പുറത്തേക്ക് അസ്തമിക്കുന്ന വെളിച്ചം നോക്കുകയാണോ, അല്ലെങ്കിൽ ഈ ലോകവുമായി ബന്ധമില്ലാത്ത ഏതോ ആഴത്തിലുള്ള ധ്യാനത്തിലാണോ? ആ കുറച്ചു നിമിഷങ്ങൾ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. മേൽക്കൂരയിലേക്ക് ധൂപത്തിന്റെ പുക പതുക്കെ ഉയർന്നു. അതിന്റെ സുഗന്ധം വായുവിൽ നിറഞ്ഞിരുന്നു. ഞാൻ നിലത്തിരുന്ന് മഹർഷിയെ ശ്രദ്ധിച്ചു. കുറച്ചു സമയത്തിനു ശേഷം എനിക്കൊരു വിചിത്രമായ അനുഭവമുണ്ടായി. എന്റെ കണ്ണുകൾ സ്വയം അടയാൻ തുടങ്ങിയതായി തോന്നി. അദ്ദേഹത്തിന്റെ സമീപത്തിരിക്കുമ്പോൾ ഒരുതരം ശാന്തത എന്റെ ഉള്ളിലേക്ക് പതുക്കെ ഒഴുകിവരുന്നതുപോലെ തോന്നി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ അർദ്ധനിദ്രയിലേക്ക് വീണു. ആ അർദ്ധനിദ്രയിൽ ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടു. ഞാൻ 5 വയസ്സുള്ള ഒരു കുട്ടിയായി മാറിയതുപോലെ തോന്നി. ഞാൻ അരുണാചല മല ചുറ്റിക്കയറുന്ന ഒരു ചെറിയ പാതയിൽ നിന്നു. എന്റെ കയ്യിൽ മഹർഷിയുടെ കൈയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു വലിയ ദിവ്യരൂപമായി തോന്നി. ഒരു ഭീമനായ ആളെപ്പോലെ ഉയർന്നിരുന്നു. അദ്ദേഹം എന്നെ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. രാത്രിയുടെ ഇരുട്ടിനിടയിലും അദ്ദേഹം പാത വ്യക്തമായി കാണുന്ന പോലെ മുന്നോട്ടു നടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ചന്ദ്രനും നക്ഷത്രങ്ങളും അല്പം വെളിച്ചം നൽകി. പാറകളും വലിയ കല്ലുകളും നിറഞ്ഞ മലപ്പാതയിലൂടെ ഞങ്ങൾ പതുക്കെ കയറുകയായിരുന്നു. വഴിയിലൊക്കെയായി ചെറിയ ഗുഹകളും ചെറിയ ആശ്രമങ്ങളും കാണാൻ തുടങ്ങി. അവയിൽ നിന്ന് ചിലർ പുറത്തുവന്നു. അവർ വിവിധതരം യോഗിമാരായിരുന്നു. അവർ ഞങ്ങളെ അഭിവാദ്യം ചെയ്തു. എന്നാൽ ഞങ്ങൾ നിർത്താതെ മുന്നോട്ടു നടന്നു. അവസാനം ഞങ്ങൾ മലയുടെ മുകളിലെത്തി. അവിടെ നിൽക്കുമ്പോൾ
എന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. എന്തോ വലിയൊരു സംഭവം നടക്കാനിരിക്കുകയാണ് എന്നൊരു തോന്നലുണ്ടായി. മഹർഷി എന്നെ നോക്കി. ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷയോടെ നോക്കി. അപ്പോൾ എന്റെ ഉള്ളിൽ അതിവേഗം ഒരു മാറ്റം സംഭവിക്കുന്നതായി ഞാൻ അനുഭവിച്ചു. ഇതുവരെ എന്നെ മുന്നോട്ട് നയിച്ചിരുന്ന ആഗ്രഹങ്ങൾ ഒന്നുപോലെ ഇല്ലാതായി. എന്റെ മനസ്സിലെ അസൂയകളും തെറ്റിദ്ധാരണകളും സ്വാർത്ഥതയുമെല്ലാം അപ്രത്യക്ഷമായി. ഒരാഴമുള്ള സമാധാനം എന്റെ ഉള്ളിലേക്ക് നിറഞ്ഞു. ആ നിമിഷത്തിൽ ജീവിതത്തിൽ ഇനിയൊന്നും ഞാൻ ചോദിക്കേണ്ടതില്ലെന്ന് തോന്നി. അപ്പോൾ മഹർഷി എന്നോട് പറഞ്ഞു, ഇപ്പോൾ താഴേക്ക് നോക്കൂ. ഞാൻ താഴേക്ക് നോക്കി. അപ്പോൾ ഞാനൊരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. ലോകത്തിന്റെ പാശ്ചാത്യ ഭാഗം മുഴുവനും താഴെ വ്യാപിച്ചു കിടക്കുന്നതുപോലെ തോന്നി. അവിടെ കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്നതായി കാണാമായിരുന്നു. അപ്പോൾ മഹർഷി പറഞ്ഞു, നീ അവിടേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ സമാധാനം നിനക്കുണ്ടാകും. പക്ഷെ അതിനൊരു വിലയുണ്ട്. ഇനി നീ നിന്റെ ശരീരമാണെന്നോ നിന്റെ മനസ്സാണെന്നോ കരുതരുത്. ഈ സമാധാനം നിന്റെ ഉള്ളിലേക്ക് ഒഴുകുമ്പോൾ നീ നിന്റെ സ്വാർത്ഥമായ ഞാൻ എന്ന ആശയം വിട്ടുകളയണം. അത് പറഞ്ഞ ശേഷം അദ്ദേഹം ഒരു വെള്ളി പോലുള്ള പ്രകാശതന്തുവിന്റെ അറ്റം എന്റെ കയ്യിൽ വെച്ചു. അത് കഴിഞ്ഞ ഉടൻ ഞാൻ ഉണർന്നു. ആ സ്വപ്നത്തിന്റെ ശക്തമായ അനുഭവം ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, മഹർഷിയുടെ കണ്ണുകൾ നേരെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം എന്റെ ദിശയിലേക്ക് തിരിഞ്ഞിരുന്നു. ആ സ്വപ്നത്തിനു പിന്നിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്റെ മനസ്സിലെ പഴയ ആഗ്രഹങ്ങളും അസന്തോഷങ്ങളും കുറച്ചുനേരത്തേക്ക് ഇല്ലാതായി. സ്വാർത്ഥതയില്ലാത്തൊരു സമാധാനം എന്റെ ഉള്ളിൽ നിലനിന്നു. എത്ര നേരം ഞാൻ ഉറങ്ങിയെന്നറിയില്ല. അപ്പോഴേക്കും ഹാളിലെ ആളുകളെല്ലാം എഴുന്നേറ്റ് ഉറങ്ങാൻ തയ്യാറാകുകയായിരുന്നു. ഞാനും പുറത്തേക്ക് പോയി. ഹാൾ വളരെ ചൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുറ്റത്തുറങ്ങാൻ തീരുമാനിച്ചു. ഒരു ശിഷ്യൻ ഒരു വിളക്ക് കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, ഇത് രാത്രി മുഴുവൻ കത്തിക്കൊണ്ടിരിക്കട്ടെ. ചിലപ്പോൾ പാമ്പുകളും കാട്ടുമൃഗങ്ങളും ഇവിടെ വരാം. വെളിച്ചം കണ്ടാൽ അവ മാറിപ്പോകും. നിലം വളരെ കഠിനമായിരുന്നു. എനിക്ക് മെത്തയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറേ നേരം ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് പ്രശ്നമായില്ല. കാരണം ആ രാത്രി ഞാൻ ഒരേയൊരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും അത്ഭുതകരമായ വ്യക്തിത്വം ഞാൻ കണ്ടതാണോ? ആ മനുഷ്യൻ എന്റെ ജീവിതത്തിൽ എന്തോ വലിയ മാറ്റം കൊണ്ടുവരാനിരിക്കുകയാണോ? ആ ചിന്തകൾ എന്റെ ഹൃദയം നിറച്ചു. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. പോൾ ബ്രണ്ടന്റെ അരുണാചലത്തിലെ അനുഭവങ്ങൾ അടുത്ത വീഡിയോയിൽ തുടരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ. വിലപ്പെട്ട സമയം ചിലവഴിച്ചതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.